ഇന്ന് NH പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരു ദൂര സർവീസിനാണ് കേട്ടോ. കോയമ്പത്തൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീലയുടെ വൈദ്യരത്നം ബ്രാഞ്ചിലോട്ട്. അവിടേക്ക് പോകേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീലയായിട്ടും ക്രിസ്മസ് വരെ വൈദ്യരത്നത്തിൽ ജോലി ചെയ്യണുള്ളൂ, റിസൈൻ ചെയ്യും. ഇനി ജനുവരിയിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യണം. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് സ്റ്റാഫുകൾക്കൊക്കെ ഓരോ ഗിഫ്റ്റ് മേടിച്ച് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ റിലയൻസിൽ പോയി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റെഡ് കവറിൽ നിന്ന് ഒതുങ്ങിയിട്ട് കാറിലോട്ട് കയറ്റുന്നത്. ദൈവമേ, ഇവിടെ ലോഡിങ്ങാരും കണ്ടു കഴിഞ്ഞാൽ പറന്നു വന്നാണ്. അമ്മ അതൊരു ലോഡാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കയറ്റുന്നതിനിടയിൽ ഒരു തവളേനെ കണ്ടു. അപ്പം അച്ഛനും മകനോട് തവളേനെ ഓടിപ്പിച്ച് എല്ലാം സൂക്ഷിച്ച് മിണ്ടാതെ ഒഴിയാടാതെ ലോഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ജ്യൂസ് ഫ്രീ ആയി കിട്ടി റിലയൻസിൽ നിന്ന്. അപ്പോൾ ഫ്രീ ആയി കിട്ടുകൊണ്ട് പൊക്കി പിടിച്ചോന്നല്ല, വെറുതെ ഒരു ഷോക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചതാണ്. ഫ്രീ ആയി കിട്ടിയത്, മോസ്റ്റ്ലി കിട്ടിയത് നല്ല ടേസ്റ്റാണ്. പണ്ടേ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിലൊരു ജ്യൂസ് ആയിരുന്നത്. പക്ഷേ ഇത്രയും മേടിച്ചിട്ട് ചെറിയൊരു ജ്യൂസ് കിട്ടിയത് ഞങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്ഥലത്തേക്ക് പോണതല്ലേ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പോണ വഴിയിൽ നല്ല ഐശ്വര്യമായിട്ടൊരു ബ്ലോക്ക് കിട്ടി. ഇങ്ങനെ ബ്ലോക്കിൽ വരുന്ന റെഡ് സിഗ്നൽ മാറാൻ വേണ്ടി കാത്തിരുന്ന എത്ര പേരുണ്ടാവും? കുറേ പേരുണ്ടാവില്ലേ. അപ്പോൾ അതിന് ഗ്രീൻ വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഗ്രീൻ വരാൻ. അപ്പോൾ ദൈവൻ്റെ ഒരു പാട്ടുണ്ടായി. ആ പാട്ട് കഴിഞ്ഞതോടുകൂടി സിഗ്നൽ മാറി. ഇനിയിപ്പോൾ ആ പാട്ട് കേട്ടിട്ട് സിഗ്നൽ മാറിയതാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. വണ്ടി എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിയിൽ കണ്ട മലകൾ, നല്ല മലനിരകൾ. ആ മലയുടെ ഫ്രണ്ടിൽ നല്ല കോടയുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നല്ല ഭംഗിയിൽ തന്നെ വീഡിയോ പിടിച്ചത്. ഇപ്പോഴത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ കുറേ നേരം വീഡിയോ പിടിക്കും, പിന്നെ നിർത്തും, പിന്നെ വീഡിയോ പിടിക്കും. അങ്ങനെ ഞങ്ങൾ തട്ടിയും മുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ സ്ഥലം കഴിഞ്ഞപ്പോൾ നിലത് നിർത്തി തന്നെ വീഡിയോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും കയറി വീണ്ടും പോയി. പോണ വഴിയിൽ ഞങ്ങൾക്ക് 2 പേരെ കാണാനുണ്ട്. വാളയാറാണ് അവർ 2 പേരെ വീട്. വേറെ ആരുമില്ല, ഇല്ലാണ്ട് സ്റ്റാഫുകളാണ്. ഒരു ക്രിസ്റ്റഫറും ഒരു ആരോഗ്യദാസും. അപ്പോൾ വാളയാറിന് കുറച്ച് ദൂരം 4 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വിളിച്ചു, ഒരു സ്ഥലം പറഞ്ഞു തന്നു. ഇതാണ് അവരുടെ ഒരു പള്ളിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാഫിൻ്റെ വീടെത്തി. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയായി അടുത്ത സ്റ്റാഫിൻ്റെ വീട്ടിലോട്ട്. ഇനി ഞങ്ങൾ പോണത് ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ക്രിസ്റ്റഫറിൻ്റെ വീടെത്തി. വാളയാർ കുറച്ച് കാടുകളുണ്ട്. വാളയാർ പരമശിവത്തിനൊക്കെ ഓർമ്മ വന്നു. അത് അവരുടെ മകളാണത്, സാറ ക്രിസ്റ്റഫർ. ആ മോളുണ്ട്. എത്ര കാലമായിട്ട് എന്നെ പരിചയമുള്ള പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ആൾക്ക് ഒരു വിഷമമില്ല, എത്ര നേരം വേണ്ടിയിരുന്നുള്ളൂ. എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്ലം കേക്ക് തന്നു. പ്ലം കേക്ക് തിന്നുന്ന മതിയായതുകൊണ്ട് വീണ്ടും കഴിച്ചു. ആ ചിരി കണ്ടോ? ആൽബം നോക്കിയപ്പോൾ ക്രിസ്റ്റഫർ പറയാണ്, ഏട്ടേ അന്നാണ് ഏട്ടേ ഞാൻ അവസാനമായി ചിരിച്ചതെന്ന്. അപ്പം ആ ചേച്ചി നോണ പറയാണ് ഏട്ടേന്ന്. ഇനിയിപ്പോൾ നാളെ ക്രിസ്റ്റഫർ ജോലിക്ക് വരില്ലെന്ന് എനിക്ക് നല്ല ചേച്ചി നന്നായി എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവരുടെ ചുറ്റുമുള്ള സ്ഥലം വാളയാറിന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ള കാരണം നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. റോഡിൻ്റെ ബഹളങ്ങളൊന്നുമില്ല. അവരുടെ തന്നെ ബന്ധുക്കൾ 1-2 പേര് അവിടെയുള്ളൂ. പിന്നെ അവിടെ അങ്ങനെ ആദ്യം ബന്ധുക്കളൊന്നും അങ്ങനെ കണ്ടില്ല, വീടുകളും കണ്ടില്ല. അതായത് നിറയെ കശുമാവിൻ്റെ തോട്ടവും മാവിൻ്റെ തോട്ടമാണ് അവിടെ മൊത്തം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പള്ളികൾ. ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അവർ വീടിൻ്റെ ഫ്രണ്ടിൽ ജമന്തി പൂവ് നല്ല ഭംഗിയിൽ ഉണ്ടാ, നിറയെ ജമന്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞ് ബായ് പറഞ്ഞ്, ഞങ്ങൾക്ക് കോയമ്പത്തൂർ എത്തണമല്ലോ, മെയിൻ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടില്ലല്ലോ, ഞങ്ങൾ ബായ് പറഞ്ഞ് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്കാണെങ്കിൽ ആൽബം കാണിച്ചു കൊടുത്തിട്ടും മതിയായിട്ടില്ല. ആളുടെ കല്യാണ ആൽബം കാണിച്ചു കൊടുക്കലും അതെൻ്റെ മാമ, അതെൻ്റെ ഇളയച്ചൻ എന്നൊക്കെ പറയാം. നീക്കലാണെങ്കിൽ എല്ലാവരും പരിചയമുള്ളപ്പോൾ മൂളി കേട്ടുകൊണ്ടിരിക്കും. അവസാനം ഞങ്ങൾ ബായൊക്കെ പറഞ്ഞു, ടാറ്റ പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ചേച്ചിയുടെ അമ്മയാണ് അവിടെ പുറകിലുള്ളത്. അമ്മ വീട്ടിൽ പനിയാരം, മുറുക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് അറിയില്ല. അത് ക്രിസ്റ്റഫർ വന്നിട്ട് എനിക്കൊരു പൊതി തന്നു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. ഞാൻ സന്തോഷത്തോടു കൂടി മേടിച്ചു. ഞങ്ങൾ എന്നിട്ട് വീണ്ടും തിരിച്ചു. പക്ഷേ പനിയാരം മുറുക്കൊക്കെ നല്ല അത്യാവശ്യം ടൈറ്റുള്ളതായിരുന്നു. കടിച്ച് പല്ലൊക്കെ ഒരു വിധമായിട്ട്. ഞങ്ങളുടെ ഇന്നതാ ഈ കാണുന്നത് കണ്ടോ, ലോട്ടറി ടിക്കറ്റിൻ്റെ സ്റ്റാളുകളാണ്.
എത്രയാ ലോട്ടറി കച്ചവടക്കാരുന്ന് എണ്ണീട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് അറിയാൻ പറ്റില്ല. ഈ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റോളാണ്, അപ്പുറത്തെ സൈഡിൽ വലിയ വലിയ കടകളാണ് കേട്ടോ ലോട്ടറിയുടെ. ഇതിന് മാത്രം ബമ്പർ എവിടെ അടിക്കണമെന്ന് എനിക്കറിയില്ല. അടിക്കണുണ്ടായിരിക്കില്ലേ, നമ്മൾ ലോട്ടറി എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ. അങ്ങനെ ഞങ്ങളത് കോയമ്പത്തൂരിലോട്ട് ഇനി 25 കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടപ്പോൾ ഒരു സന്തോഷം. അതിന് 25 കിലോമീറ്ററും കൂടി ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ അധികം വെയിലൊന്നും ഇല്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ബോറൊന്നും അടിച്ചില്ല. അവരെ കത്യം പറഞ്ഞു പോയപ്പോൾ തീരെ അറിയില്ല. ഇപ്പൊ ഞങ്ങൾ വാളയാറിന് കടന്നിട്ടില്ല. വാളയാറാണല്ലോ നമ്മുടെ അതിർത്തി. അപ്പൊ അതിർത്തി എത്താറായിട്ടുണ്ട് നമ്മുടെ. ഇതിപ്പോ കേരളം 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 തമിഴ്നാടു. തമിഴ്നാടാ സുബ്രോ. ഞങ്ങൾ കോയമ്പത്തൂർ കടന്നു. കോയമ്പത്തൂർ കടന്നപ്പോൾ തുടങ്ങിയ പൊടിയ, ഒരു രക്ഷയില്ലാത്ത പൊടി. അപ്പം നീലടം പറയണേ മഞ്ഞാണെങ്കിൽ ചക്രം തടി കളിച്ചതുകൊണ്ടല്ലേ പറക്കണേ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം തിരക്കുള്ളതാണ്, ഭംഗിയുള്ളതാണ്. പോണ വഴിയിൽ ശാന്തി സോഷ്യൽ സർവീസ്. ആ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ സാധാരണ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ചെറിയൊരു കൗണ്ടർ പോലെയാണ്. അന്നാച്ചാൽ നല്ല തിരക്കാണ് അവിടെ. അവിടെ ഐറ്റംസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മൾ വേഗം സെലക്ട് ചെയ്തിട്ട് വേഗം ബില്ല് ചെയ്യണം. അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ വേഗം നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് രൂപത്തൊക്കെ ഓർഡർ ചെയ്തു. രണ്ടാമത്തെ വീണ്ടും ബില്ലടിച്ച് തരുള്ളൂ കേട്ടോ. ഒരു സാമ്പാർ സാധനം ഉണ്ട്, പിന്നെ ഒരു ചായ, പിന്നെ എന്തോ റാഗിയുടെ ഒരു മിക്സർ, അതുപോലെ പാലൊക്കെ ഉണ്ടല്ലോ. ശുദ്ധമായ പശുമ്പാലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പശുവിൻ്റെയൊക്കെ ഈ ക്യാൻ ഉണ്ടല്ലോ, ആ പാല് കൊണ്ടൊരു ക്യാൻ, ആ ക്യാനിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് ചൂടോടുകൂടി പാല് തരിക. ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എല്ലാം ഉണ്ട്. അതായത് ഞങ്ങൾ വലിയൊരു മേൽപ്പാലത്തിൻ്റെ മുകളിൽ കയറി. ഈ മേൽപ്പാലം എന്ന് പറഞ്ഞാൽ വളരെ നീളം കൂടിയൊരു മേൽപ്പാലമാണ് കേട്ടോ. പോയാലും എത്താത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ മേൽപ്പാലത്തിൻ്റെ താഴെ ലേക്കാണ്. ആ രണ്ട് സൈഡും ലേക്കാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, കാരണം ലേറ്റാവും. നമുക്ക് എത്തണമല്ലോ. നമുക്ക് കോയമ്പത്തൂർ നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങോട്ട് എത്തണം. അപ്പോൾ ഞങ്ങൾ പോണ വീട്ടിൽ സൺസെറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ നേരമൊക്കെ ഞാൻ വീഡിയോ പിടിച്ചു. പിന്നെ മൊബൈൽ താഴോട്ട് പോകുന്നുള്ള പേടി കൊണ്ട് വേഗം ഉള്ളിലോട്ട് കൈവച്ചു. അപ്പോൾ ആ സൈഡ് കാണുന്നതാണ് അവിടുത്തെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്. വലിയൊരു ബോർഡൊക്കെ കാണാം, പക്ഷേ എനിക്കൊന്നും അത് കിട്ടിയില്ല കേട്ടോ. ഇതാ സൺസെറ്റാണ്, ഇങ്ങനെ കാണുന്നത്. എന്ത് രസമല്ല സൺസെറ്റ്, നല്ല ഭംഗിയായി തോന്നി. ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് വണ്ടി നിർത്തി വീഡിയോ പിടിക്കലും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സമാധാനം. എനിക്ക് മാത്രമല്ല, ആ പ്രാന്ത് കുറേ പേരെടുക്കണ്ടായിരുന്നു. അവിടെ മറ്റേ ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ അറ്റത്ത് കാണാൻ പറ്റും തോന്നുന്നു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ കോയമ്പത്തൂരിൻ്റെ ഭംഗിയും കോയമ്പത്തൂരിൻ്റെ തിരക്കും കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറി വന്നാൽ മതി, എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ മുകളിൽ കൂടെ നോക്കുമ്പോൾ നോക്ക്, തിരക്ക് കണ്ടോ, പൊടി കണ്ടോ അവിടുത്തെ. ഓ അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. വീതിയില്ലാത്ത റോഡ്, സിഗ്നലില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. തടാകമില്ല. അപ്പോൾ എന്തൊക്കെ മേടിക്കണം എന്നുള്ള അവിടെ പ്രീ പ്ലാനിങ് ആണ്. കണ്ട അവിടെ റിസോർട്ടിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊന്നും വീഴാനില്ലടം അടി പതറാതെ പിടിച്ചു നിന്ന് ഗൈസ്. തിരക്ക് കാരണം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതിന് മുകളിലാണ് ഞങ്ങൾ കയറി നിൽക്കണേ. മുൻപ് വന്നപ്പോൾ ഞങ്ങൾ ഈ തടാകത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നിന്നില്ല, സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ആ കാണുന്നൊരു സ്കൂളാണ്. റോഡ് അവിടെ ഞങ്ങൾ വീണ്ടും തിരിച്ചു. ഞങ്ങൾക്ക് സിംഗനല്ലൂർ എത്തണം. ഓക്കെ, ബാക്കി സിംഗനല്ലൂർ.